വെൽക്കം ടു ഓൾ മദ്രാസ് മോട്ടോർസൈക്കിൾസ്. ഓൾ മദ്രാസ് മോട്ടോർസൈക്കിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൽ വന്നിട്ടുള്ള പല കാർബറേറ്ററുകളാണ്. അതൊരു 1940കളിൽ നിന്നും ഇന്ന് 2010 വരെയോളം 2010ലാണ് നമ്മുടെ അവസാനത്തെ CI മോഡൽ വണ്ടികൾ വന്നത്. അപ്പോൾ അതുവരെയുള്ള കാർബറേറ്ററുകളെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണെന്ന് നമ്മുടെ കയ്യിലുള്ള കാർബറേറ്ററുകൾ. കുറച്ചുകൂടി കാർബറേറ്ററുകളുണ്ട്, പക്ഷേ ഇന്നിപ്പോൾ ഇതാണ് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. കുറച്ച് കാർബറേറ്ററുകൾ അതിൽ മിസ്സിംഗ് ആണ്. അത് നമുക്ക് വരുന്ന വീഡിയോകളിൽ കിട്ടുമ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ കാർബറേറ്ററുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇവിടെ എൻ്റെ മുന്നിലുള്ളത് ഒരു 56 മോഡൽ ഹെഡ് സിലിണ്ടറാണ്. അപ്പോൾ ഇതിൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഏതൊക്കെ മോഡലാണെന്ന് വന്നിട്ടുള്ളത് നോക്കാം. നമുക്ക് ഓരോ കാർബറേറ്ററുകളായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഒരുപാട് പഴയ വണ്ടികളെക്കുറിച്ചിട്ടുള്ള വിശേഷങ്ങളായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ പഴയ വണ്ടികളുടെ രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ പല പഴയ വാഹനങ്ങളെ നമ്മൾ പരിചയപ്പെടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ബുള്ളറ്റിൽ വന്നിട്ടുള്ള ഓരോ കാർബറേറ്ററുകളാണ്. അപ്പോൾ എൻ്റെ അടുത്തൊരു എഞ്ചിനുണ്ട്. ഇപ്പോൾ ഇതൊരു 56 മോഡൽ എഞ്ചിനാണ്. നമ്മളൊരു കാർബറേറ്റർ നമ്മുടെ പഴയ അമൽ കാർബറേറ്ററാണ് വാങ്ങിക്കുന്നതെങ്കിൽ പലപ്പോഴും പലരും പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യാണ് ചെയ്യാറ്. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും സീരിയസ് ആയിട്ടൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ബോർ സൈസാണ്. ഇവിടെയാണ് നമ്മൾ കാർബറേറ്റർ ഫിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ബോർ സൈസ് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ നോക്കി വേണം വാങ്ങിക്കാൻ. കാരണം നമ്മളത് ബോർ സൈസ് മാറി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. തിരിച്ചയക്കലൊക്കെ തന്നെ നമുക്ക് ഒരുപാട് ചിലവാണുള്ളത്. അപ്പോൾ നമുക്ക് ബോർ സൈസ് നമുക്ക് നോക്കാം. ബുള്ളറ്റിൻ്റെ ബോർ സൈസ് എത്ര വരുന്നത് നമുക്കൊന്ന് നോക്കാം. 1 ഇഞ്ചാണ് ബുള്ളറ്റിൻ്റെ ബോർ സൈസ്. നിങ്ങൾക്ക് നോക്കാം, 2 to 3 ഇഞ്ചാണ് അത് കാണിക്കുന്നത്, കണ്ടില്ലേ? 1 ഇഞ്ച് നോക്കിയിട്ട് വേണം നമുക്ക് കാർബറേറ്റർ വാങ്ങിക്കാം. അപ്പോൾ ഇത് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഏത് മോഡലാണ് വാങ്ങിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ലിസ്റ്റിങ്ങിൽ കാണാം ഒരുപാട് 1 ഇഞ്ച് ഉണ്ടാവും, 1.16 ഉണ്ടാവും, അങ്ങനെ കുറേ ഇതുണ്ടാവും. അപ്പോൾ 1 ഇഞ്ചാണ് നമുക്ക് വേണ്ട കാർബറേറ്റർ. നമുക്ക് നോക്കിയറിയാം. നമുക്ക് നമ്മുടെ കാർബറേറ്ററുകളിലും നിങ്ങൾക്ക് ഈ ബോർ സൈസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കണ്ടില്ലേ, കറക്റ്റ് 1 ഇഞ്ചാണ് ഇതുള്ളത്. സ്കെയിലിൽ നോക്കണ്ട, സ്കെയിലിൽ 1 ഇഞ്ചിൻ്റെ മാഞ്ഞു പോയിരിക്കുകയാണ്. 1 ഇഞ്ചാണ് എല്ലാ ബുള്ളറ്റിൻ്റെ കാർബറേറ്ററിലും വരാറ്. ഇതെല്ലാം ബുള്ളറ്റിൻ്റെ കാർബറേറ്ററാണ്. അപ്പോൾ 1 ഇഞ്ച് ബോർ സൈസ് ഉള്ള കാർബറേറ്ററാണ് നമുക്ക് ബുള്ളറ്റിൽ ഫിറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടത്. അമാൽ കാർബറേറ്ററാണ് ബുള്ളറ്റ് എന്നല്ല, എല്ലാ ബ്രിട്ടീഷ് ബൈക്കുകളിലും ആദ്യമായി വന്ന കാർബറേറ്ററാണ് അമാലാണ് കാർബറേറ്റർ സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമാലിൻ്റെ 2 തരം കാർബറേറ്ററാണ് വന്നിട്ടുള്ളത്. ഒന്ന് ഒരു സൈഡ് ഫ്ലോട്ടാണ്, ഒന്ന് പിന്നെ ഫ്ലോട്ട് അതിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ടുള്ളത് മോണോ ബ്ലോക്ക് എന്ന് പറയും. ഇതാണ് മോണോ ബ്ലോക്ക് കാർബറേറ്റർ. ഇതൊരു 56-ന് ശേഷമൊക്കെ വന്ന കാർബറേറ്ററാണ് മോണോ ബ്ലോക്ക് കാർബറേറ്റർ. പിന്നെ ഇതാണ് ഏർലി മോഡൽസ്, അതായത് സൈഡ് ഫ്ലോട്ട്. അത് സൈഡിലൊരു ഫ്ലോട്ട് ചേമ്പർ എന്ന് പറഞ്ഞാൽ സൈഡിൽ ഇതാണ് അതിൻ്റെ ഫ്ലോട്ട് ചേമ്പർ. ഇപ്പോൾ മൊത്തം ഫ്ലോട്ടിൻ്റെ വർക്കിംഗ് തന്നെ പുറത്തൊരു കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ട് അതിലാണ് ഫ്ലോട്ടിലേക്ക്. അതുപോലെ പെട്രോൾ ഇൻലെറ്റ് എന്ന് പറഞ്ഞാൽ കാർബറേറ്ററിൻ്റെ അടിയിൽ ഇതിലൂടെ കാർബറേറ്റർ ഫ്ലോട്ടിൽ പെട്രോൾ കയറി അങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്. കുറച്ച് കോംപ്ലക്സ് വർക്കിംഗ് ആണ്, പക്ഷേ അന്നത്തെ കാലത്ത് വന്ന ഒരു മോഡലാണത്. പിന്നെ നമ്മൾ അടുത്ത കാർബറേറ്റർ വാങ്ങിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ ഫിക്സിംഗ് ആണ്. അപ്പോൾ ഇതൊരു നോർട്ടൻ്റെ കാർബറേറ്ററാണ്. ഇതിൻ്റെ ഫിക്സിംഗ് ഇങ്ങനെയാണ് വരുന്നത്. ഒരു റിംഗ് ക്ലാമ്പ് വെച്ചിട്ട് ഫിറ്റ് ചെയ്യുന്ന ടൈപ്പ് കാർബറേറ്ററാണ്. നമുക്കറിയാം, ഇതിപ്പോൾ നമുക്കിതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പലരും മിക്കുനി കാർബറേറ്റർ വാങ്ങിച്ചിട്ട് ഫിറ്റ് ചെയ്യുന്നതുകൊണ്ടുണ്ട്. ഇതേ റിങ്ങുള്ള ടൈപ്പ് കാർബറേറ്റർ വാങ്ങിച്ചിട്ട് അത് വേറെ പുതിയൊരു മാനിഫോൾഡ് നമ്മളതിൽ ലെയ്ത്തിൽ ഉണ്ടാക്കിയിട്ടൊക്കെ വേണം. അത് ശരിക്കും ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ എത്രത്തോളം അത് അക്യുറേറ്റ് ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഡിസ്റ്റൻസ് ഒന്നും നമുക്കൊരു അക്യുറസി കിട്ടില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ കാർബറേറ്റർ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫിക്സിങ്ങുള്ള കാർബറേറ്റർ തന്നെ വാങ്ങിക്കണം. ഇതാണ് പ്രോപ്പർ ഫിക്സിങ്, കറക്റ്റ് ഫിക്സിംഗ് ആണ്, കണ്ടല്ലേ? അപ്പോൾ കറക്റ്റ് അതിൻ്റെ ഫിക്സിങ് കറക്റ്റുള്ള കാർബറേറ്റർ വാങ്ങിക്കണം. ഇതിനിടയിലൊരു ഡിസ്റ്റൻസ് പീസ് വരും. അപ്പോൾ അത് ഡിസ്റ്റൻസ് പീസിൻ്റെ നമുക്കൊരു വീഡിയോ നമുക്ക് ചെയ്യണം. അത് ഹീറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യണതാണ്. കാരണം പല ടൈപ്പ് ഡിസ്റ്റൻസ് പീസ് ഉണ്ട്. അലുമിനിയം ഡിസ്റ്റൻസ് പീസ് ഉണ്ട്, അതുപോലെ ഫൈബർ ഉണ്ട്, പിന്നെ അതുപോലെ
ചാമ്പ്യൻ്റെ ഒരു ടൈപ്പ് ഡിസ്റ്റൻസ് പീസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ എന്നിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പ്രോപ്പർ ഫിക്സിങ് ആയിരിക്കണം. അപ്പോൾ നമ്മളത് കറക്റ്റ് നമ്മളൊരു കാർബറേറ്റർ വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് ആദ്യം ഇതിൽ ഈ എൻജിനിൽ നമുക്ക് 2 കാർബറേറ്ററിൽ ഫിറ്റ് ചെയ്യാം. ആദ്യം ലോങ് നെക്ക് ഫിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് സാധാരണ നമുക്ക് വളരെ എളുപ്പത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഷോർട്ട് നെക്ക് കാർബറേറ്റർ ഫിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് ആദ്യം നമുക്ക് വേണ്ടത് ഇതിൽ നമുക്ക് മാഗ്നറ്റോ ഫിറ്റ് ചെയ്യണം. മാഗ്നറ്റോ കറക്റ്റ് നമുക്കതിലൊരു സീറ്റിംഗ് ഹോളുണ്ട്. അപ്പോൾ അതിൽ കറക്റ്റ് അതിൽ ഫിറ്റ് ചെയ്യണം. പിന്നെ നമുക്കത് കഴിഞ്ഞ് നമുക്ക് അതുപോലെ അതിൻ്റെ ഡൈനാമോ ഫിറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ടൈറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് നമ്മളൊരു ഈ കാർബറേറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ഫിറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ കറക്റ്റായിട്ട് മാഗ്നറ്റോ ഡൈനാമോ അതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് അതിൻ്റെ സ്ട്രാപ്പ്. ഈ സ്ട്രാപ്പ് വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്യണം. നമ്മൾ ടൈറ്റ് ചെയ്യുന്നില്ല. എന്തായാലും നമുക്കിനി ഫസ്റ്റ് കാർബറേറ്റർ നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ലോങ് നെക്കാണ് ഇതിൽ വരുന്ന കാർബറേറ്റർ ഇതാണ്. നമുക്ക് ലോങ് നെക്ക് ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. കറക്റ്റാണ്. ഈ ഒരു ഗ്യാപ്പിലൊരു അതിൻ്റെ ഡിസ്റ്റൻസ് പീസും വരും. പക്ഷെ നിങ്ങൾക്ക് കാണാം ഇവിടെ നല്ല ഗ്യാപ്പുണ്ട്. ഇത് റോയൽ എൻഫീൽഡിൽ മാത്രം വരുന്നൊരു കാർബറേറ്ററാണ് ഈ ലോങ് നെക്ക് അമാൽ കാർബറേറ്റർ. അപ്പോൾ നിങ്ങൾ റോയൽ എൻഫീൽഡിനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാർബറേറ്റർ വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് സൂട്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് കാണാം ഈ ഒരു ഗ്യാപ്പ് വളരെ ക്ലിയർ ആണ്. ഡൈനാമോ ആയിട്ടൊരു 1 ഇഞ്ചോളം ഗ്യാപ്പ് താഴെയും മുകളിലും നമുക്ക് കാണാം. കാരണം ഇവിടെ നല്ല ഗ്യാപ്പ് വേണം. ഇതൊരു സെൻസിറ്റീവ് ഏരിയയാണ്. കാരണം മാഗ്ഡൈനമോ വരുന്നുണ്ട് അവിടെ. അതുപോലെ കാർബറേറ്റർ ഹെഡിൻ്റെ ചൂട്. അപ്പോൾ എവിടെയും ഒന്നും തടസ്സം വരാൻ പാടില്ല. ഇതൊരു ബ്രാൻഡ് ന്യൂ ഓൾഡ് സ്റ്റോക്ക് കാർബറേറ്ററാണ്. BSA ഏരിയയിലൊക്കെ വന്ന അൺയൂസ്ഡ് കാർബറേറ്ററാണ്. ഇതൊരു യൂസ് ചെയ്തിട്ടില്ല. 276A മോഡലാണ്. AJS BSA അതുപോലെ ഏരിയൽ ട്രയംഫിനൊക്കെ വന്ന മോഡലാണ്. ഞാൻ റീഫർബിഷ് ചെയ്തെടുത്താണ്. ഒന്നുകൂടി വൃത്തിയാക്കിയതാണ്. മൊത്തം ഗ്രീസിലും ചളിയിലും കിടക്കുമായിരുന്നു. മൊത്തം ഒന്ന് അതിനെ ക്ലീൻ ചെയ്ത കാർബറേറ്ററാണ്. അപ്പോൾ ഈ കാർബറേറ്റർ നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ നമുക്കതിൽ ഫിറ്റ് ചെയ്ത് നോക്കാം. അധികം പേരും വാങ്ങിക്കുന്ന കാർബറേറ്റർ ഇതാണ്. അത് നമുക്ക് കാണാം, ഗ്യാപ്പില്ല. അതവിടെ ഡൈനാമോയിൽ തട്ടി. അതുപോലെ മുകളിലും ഗ്യാപ്പില്ല. ഇനി ഇവിടെ എത്ര ഡിസ്റ്റൻസ് പീസ് നമുക്കിട്ട് ഫിറ്റ് ചെയ്താൽ പോലും ഇത് നമുക്ക് സൂട്ടബിൾ ആവില്ല. അപ്പോൾ ഈ കാർബറേറ്റർ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ബുള്ളറ്റിന് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് പേര് എനിക്കറിയാം ഇത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അതും 10-15 രൂപ കൊടുത്ത് വാങ്ങിക്കുന്നതാണ്. പക്ഷേ നമുക്ക് വണ്ടിയിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മളത് അറിയുക ഇത് നമുക്കതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഡൈനാമോ ഇവിടെ തട്ടും. ഇവിടെ ഫുള്ളി ഒരു സ്പേസേ ഇല്ല ഇവിടെ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമുക്ക് റോയൽ എൻഫീൽഡിനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ലോങ് നെക്ക് കാർബറേറ്റർ തന്നെ വാങ്ങിക്കണം. ഒരു 55-54 ബാക്കിലുള്ള വണ്ടികളെ നിങ്ങൾ റീസ്റ്റോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ലോങ് നെക്ക് 276 തന്നെ നിങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് വണ്ടിയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതാണൊരു മോണോബ്ലോക്ക് കാർബറേറ്ററാണ്. ഇതും ബുള്ളറ്റിൽ വെച്ച് ഞങ്ങൾ ഓടിച്ച വണ്ടി കാർബറേറ്ററാണ്. ഇതൊരു കംപ്ലീറ്റ്ലി റീഫർബിഷ്ഡ് കാർബറേറ്ററാണ്. സ്ലൈഡെല്ലാം മാറ്റി അതിൻ്റെ ജെറ്റുകളും മാറ്റി വർക്ക് ചെയ്തൊരു കാർബറേറ്ററാണ്. പക്ഷേ അതിൻ്റെ ബാൻജോ ലാസ്റ്റ് പൊട്ടിപ്പോയി. അപ്പോൾ ഞങ്ങൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചൊരു കാർബറേറ്ററാണിത്. ബാൻജോയിലൂടെ ലീക്കായത് കാരണം മാറ്റിയതാണ്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ അതേപോലെ കറക്റ്റാണ്. ഇതിൻ്റെ ഡിസൈനും കറക്റ്റാണ്. ഇതിനെ എവിടെയും തടയുന്നില്ല. ഇത് ബെൽറ്റ് ടൈറ്റ് ചെയ്താൽ കറക്റ്റ് അതിനുള്ളൊരു ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റും. 56 വന്ന കാർബറേറ്ററാണ്. നേരെ മറിച്ച് നമ്മൾ 376 വരെ 378 വാങ്ങിച്ചാൽ പോലും നമുക്ക് ഈ കാർബറേറ്ററിൻ്റെ ഡിസൈൻ കുറച്ച് വ്യത്യാസമുണ്ട്. അത് നമ്മുടെ ബുള്ളറ്റിലെ ചേസിൽ പോയിട്ട് ജാമായി നിൽക്കും. അപ്പോൾ അതും നമ്മൾ ചെയ്യരുത്. അപ്പോൾ അത് വാങ്ങിച്ചാലും നമ്മൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതേ മോഡൽ തന്നെ വാങ്ങിക്കണം. അപ്പോൾ കാർബറേറ്റർ വാങ്ങിക്കുമ്പോൾ എല്ലാവരും 376 കാർബറേറ്റർ തന്നെ വാങ്ങിക്കണം. അതും 1 ഇഞ്ച് ആയിരിക്കണം. ബുള്ളറ്റിനാണെങ്കിൽ അതേ കാർബറേറ്റർ തന്നെ വാങ്ങിക്കണം. പിന്നെ സൈഡ് ഫ്ലോർ കാർബറേറ്റർ ആകുമ്പോൾ നമുക്കറിയാം അതിൻ്റെ എയർ ഫിൽറ്ററുകളൊക്കെ അങ്ങനെ ഫിൽറ്റേഴ്സ് ആയിട്ടില്ല. ഇവിടെ ഒരു നെറ്റ് വരും. ഇപ്പോൾ ഇതിൽ നെറ്റ് മിസ്സിംഗ് ആണ്. അത്രേ ഉണ്ടാവുള്ളൂ ഫിൽറ്ററെല്ലാം. ഇതിലെല്ലാം കണ്ടില്ല. ഇത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഒരു ബെൽമൗത്താണിത്. ബെൽമൗത്ത് ഫിൽറ്റർ എന്ന് പറയും അതിനെ. അപ്പോൾ അത്രേ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം സൈഡ് ഫ്ലോട്ടൊന്ന് നോക്കാം. ഇതാണ് റോയൽ എൻഫീൽഡിൽ വന്ന സൈഡ് ഫ്ലോട്ടാണ്. അപ്പോൾ ഇതൊരു യൂസ്ഡ് കാർബറേറ്ററാണ്. പക്ഷേ നല്ല കാർബറേറ്ററാണ്. ഇതിലൊന്നും വലിയ കേടൊന്നും കണ്ടില്ല. എല്ലാ ജെറ്റും എല്ലാം ക്ലീനാണ്. ഒരു 3 വർഷം മുന്നേ ഞങ്ങൾ ക്ലീൻ ചെയ്ത് വെച്ചതാണ്.
നമുക്ക് നോക്കാം അതിൻ്റെ പിസ്റ്റൺ എങ്ങനെ നോക്കാം. ഒരു കാർബറേറ്റർ നമ്മൾ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, ഒരു പഴയ യൂസ്ഡ് കാർബറേറ്റർ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കതിനെ ഊരി നോക്കാം. ഇത് പിന്നെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമ്മളിതിനെ ഊരരുത്, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അമാൽ കാർബറേറ്ററിൽ ഈ സാധനം വളരെ വളരെ പെട്ടെന്ന് തേഞ്ഞാൽ പോകാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഊരരുത്, കാരണം ഈ ത്രെഡ് നമുക്ക് കാണാം, ഈ ത്രെഡ് പെട്ടെന്ന് പോവും. ഇതാണ് അതിനുള്ളിലുള്ള പിസ്റ്റനാണിത്. അപ്പോൾ ഈ പിസ്റ്റൻ്റെ ഷെയ്ക്ക് ഉണ്ടോ നമുക്ക് നോക്കണം. അപ്പോൾ ഇത് കുറേ കാലമായി ഉപയോഗിച്ചിട്ട്, അപ്പോൾ എന്തായാലും കുറച്ച് ചളി ഉണ്ടാവും. ഞങ്ങളന്ന് ഓയിൽ തേച്ച് വെച്ചാണ്, അപ്പോൾ ഓയിലും അതിൽ കട്ടി പിടിച്ചിട്ടുണ്ട്. കുറച്ച് WD അടിച്ചു നോക്കാം. എന്നിട്ട് നമുക്കിങ്ങനെ നോക്കാൻ പറ്റുന്നതാണ്. വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യണം. ചിലപ്പോൾ ചിലവർ വിൽക്കുന്ന സമയത്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കറക്റ്റ് അല്ലാത്ത പിസ്റ്റൺ അതിലിട്ട് തരും. നല്ല ടൈറ്റ് ഉണ്ടാവും, പക്ഷെ നമ്മൾ അത്ര ഒരുപാട് ടൈറ്റ് ആയാലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് എനിക്കങ്ങനെ ചതി പറ്റിയിട്ടുള്ളതാണ്. ഒരുപാട് കാർബറേറ്ററുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. പല കാർബറേറ്ററിന് ഈ സ്ലൈഡൊന്നും കറക്റ്റ് ആയിരുന്നില്ല. അതിൻ്റെ പിസ്റ്റൺ വളരെ ടൈറ്റ് ആവും, ചിലത് ജാമായിരിക്കും. പിന്നെ നമുക്കിതിനെ റിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്നത്തെ അവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള സ്ലൈഡ് ആയിരിക്കണം. അപ്പോൾ ഇത് വളരെ കറക്റ്റാണല്ലേ, ഫ്രീ ആയി പോകുന്നുണ്ട്. എന്നാൽ തീരെ സ്ലാക്നെസ് ഉണ്ടാവാൻ പാടില്ല, നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ തിരഞ്ഞു നോക്കി കഴിഞ്ഞാൽ ഷെയ്ക്ക് ഉണ്ടാവാൻ പാടില്ല. ഇതിൽ ഷെയ്ക്ക് ഇല്ല, ഇത് കറക്റ്റാണ്. കുറച്ച് ഒരു മിഡിൽ സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് ഷെയ്ക്ക് നോക്കാം. ഇത് ഷെയ്ക്കില്ല, വളരെ കറക്റ്റായിട്ടുള്ള സ്ലൈഡാണിത്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ അടച്ച് ക്ലീനായി വെക്കണം. ഇടയ്ക്കൊന്ന് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്തിട്ട് നമ്മൾ കുറച്ച് ഓയിലോ എന്തെങ്കിലും അതിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ, കാരണം അലുമിനിയം ആയത് കാരണം പെട്ടെന്ന് അതിൽ ഫ്രിക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്ത് വെക്കുക. പിന്നെ ഓവർ ടൈറ്റും ചെയ്യരുത്, അങ്ങനെ പ്ലെയിനായിട്ട് വെക്കാം. പിന്നെ അതേപോലെ നമ്മൾ സൈഡ് ഫ്ലോട്ട് കാർബറേറ്ററുകളിലും അതുപോലെ മോണോബ്ലോക്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ 2 അഡ്ജസ്റ്റിംഗ് സ്ക്രൂസാണ്. ഇതും നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ത്രെഡും വളരെ നൈസാണ്. അപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ അതുപോലെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഫുൾ ത്രെഡ് ചെയ്ത് വെക്കരുത്. ഉള്ളിൽ വല്ല ഓയിലോ എന്തെങ്കിലും ഇട്ടിട്ട് നമ്മളതിനങ്ങനെ വെക്കാൻ നോക്കണം. നമ്മളങ്ങനെ സേഫ് ആക്കിയിട്ട് എടുത്ത് വെക്കാൻ നോക്കണം. കാരണം ഫുൾ ത്രെഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും നമ്മൾ ചിലപ്പോൾ 1-2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എടുക്കുക. അപ്പോൾ അത് ത്രെഡ് ജാമായിട്ടുണ്ടാവും. കാരണം ഈ ഒരു പീസും നമുക്ക് ചിലപ്പോൾ ഈ പീസ് മാത്രം നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മാക്സിമം അതിനെ അങ്ങനെ സേവ് ചെയ്ത് വെക്കണം. ഇനി നമുക്കിതിൻ്റെ സൈഡ് ഫ്ലോട്ട് എന്താ നമുക്ക് നോക്കാം. ഇതാണ് സൈഡ് ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഫ്ലോട്ട് ചേമ്പറാണിത്. ഇത് രണ്ട് ഡിവൈസാണ് ശരിക്കും. കാർബറേറ്ററിൻ്റെ 2 ചാനലാണുള്ളത്. ഒന്ന് ഫ്ലോട്ട് ചേമ്പറാണ് ഇതിലുള്ളത്, പെട്രോൾ ഇൻലെറ്റാണ്, ഇതിലൂടെ പെട്രോൾ പോകും. നമുക്ക് സൈഡ് ഫ്ലോട്ട് എന്താ നോക്കാം. അതുപോലെ സൈഡ് ഫ്ലോട്ടും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ടൈറ്റ് ചെയ്ത് വെക്കുമ്പോഴും നമ്മൾ ഇതിൻ്റെ ത്രെഡ് പോകാൻ വളരെ ചാൻസ് ഉണ്ട്. ഈ നട്ട് ഈ ടോപ്പ് കവർ ഉണ്ടല്ലോ, ഈ കവർ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഈ കാർബറേറ്ററിലൊക്കെ നമുക്ക് കാണാം ഇതിൻ്റെ ആ ത്രെഡ് അതിൻ്റെ ഒരു എഡ്ജൊക്കെ പോയിരിക്കുന്നു. അപ്പോൾ വളരെ സേഫായിട്ട് വേണം നമുക്ക് ഇതിനെ റിമൂവ് ചെയ്യാൻ. നിങ്ങൾ എടുത്തു വയ്ക്കുന്ന കാർബറേറ്റർ ആണെച്ചാൽ, സ്റ്റോർ ചെയ്യുന്ന കാർബറേറ്റർ ആണെച്ചാൽ തീർച്ചയായും നിങ്ങൾ അതിനെ വളരെ സേഫായിട്ട് എടുത്തു വെക്കണം. ഒരുപാട് ടൈറ്റ് ചെയ്ത് വെക്കരുത്. അപ്പോൾ ഞാനിതൊക്കെ വളരെ സിമ്പിളായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നോക്കാം. ഇതൊരു ടിക്ലർ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ടിക്ലർ. അപ്പോൾ നമ്മൾ പെട്രോൾ ഇതിലേക്ക് വരുത്തണമെങ്കിൽ നമ്മൾ ഈ ടിക്കിൾ ചെയ്യണം. ടിക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്രോൾ ഇതിലേക്ക് ഇറങ്ങും. ഇതാണ് ഫ്ലോട്ടാണ് അതിൻ്റെ. അപ്പോൾ ഇതിൽ ഈ ഒരു ഫ്ലോട്ടാണ് അതിലുള്ളത്. പെട്രോളിൻ്റെ അളവ് നിയന്ത്രിക്കുന്നൊരു സിസ്റ്റമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ചേമ്പറിൽ കൊടുത്തിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അതിൻ്റെ ടിക്ലറിൻ്റെ ഇത് കാണാൻ, ഇതതിൻ്റെ ടിക്ലറാണ്. ഇതാണ് അതിൻ്റെ ടിക്ലർ. ഇത് വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് പെട്രോൾ കൂടുതൽ വലിച്ചെടുക്കും, അതാണ് ടിക്ലറിൻ്റെ ഉപയോഗം. അപ്പം ഇതും ത്രെഡ് വളരെ സൂക്ഷിക്കേണ്ട ഒരു സംഭവമാണ്. നമ്മൾ ഒരുപാട് ടൈറ്റ് ചെയ്ത് വെക്കരുത്. ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളതിനെ അങ്ങനെ എടുത്ത് വെക്കണം.